ദോശയും ചമ്മന്തി ഫുഡ് കഴിച്ച് അതിൻ്റെ കൂടെ വെണ്ണ കൂട്ടിയിട്ട് നല്ല രസമായിരിക്കും ഗൈസ്. വെണ്ണ എല്ലാം എടുത്ത് തിന്നാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. വെണ്ണ ചമ്മന്തി ദോശ അത് കഴിച്ചു. അപ്പോഴത്തേക്ക് ഞാനൊരു അവർക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെതൊരു പിക്കാണ് ഇത്. നല്ല ഭംഗിയുണ്ട് ഒക്കെ കാണാൻ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ആദ്യം വാസ്ലിൻ എടുത്ത് നല്ലോണം ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് പിന്നെ ഫെയർ ആൻഡ് ലവ്ലി എടുത്ത് അതിന് നല്ലോണം സ്മൂത്ത്ലി സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യണം. നല്ലോണം അപ്ലൈ ചെയ്ത പിന്നെ ഒരു പഫ് എടുത്തിട്ട് ഫേസിലേക്ക് കുറച്ച് പൗഡർ ഇട്ടിട്ട് തുടച്ചതാണ്. ഫുൾ ഓയിലി സ്കിൻ കാണാൻ. പിന്നെ ലാക്മി പൗഡർ ഉണ്ട്, അതിന് കുറച്ച് ടച്ചപ്പ് ആക്കി. അത് ടച്ചപ്പ് ആയാൽ പിന്നെ ഐബ്രോസ് ഇടണ്ടേ. അങ്ങനെ പിന്നെ മെല്ലെ ഐബ്രോസ് ഇട്ടുകൊണ്ടിരിക്കുവാണ്. എനിക്ക് 2 ഭാഗത്തുള്ള ഐബ്രോസ് എടുത്ത് ഐബ്രോസ് ആയാൽ പിന്നെ പഫ് എടുത്ത് പിന്നെ അതിൻ്റെ മുകളിൽ തുടച്ച് പിന്നെ സിന്ദൂര വെക്കണ്ടേ. അതാ പെണ്ണുങ്ങൾക്കല്ല സിന്ദൂര വെച്ച് പിന്നെ പൊട്ട് തൊട്ട് പിന്നെ കണ്ണൊക്കെ ഐലൈനർ ഇടണ്ടേ. അതല്ലേ പെണ്ണുങ്ങൾക്ക് നല്ല ഭംഗി കാണാൻ. അങ്ങനെ 2 കണ്ണൊക്കെ ഐലൈനർ ഇട്ട് അതായാൽ പിന്നെ ചുണ്ടൊക്കെ ലൈറ്റായിട്ട് ഒരു ലിപ്സ്റ്റിക് ഇട്ടതാണ്. പിന്നെ എൻ്റെ ഒരു ഭംഗി കാണണ്ടേ ഡ്രസ്സ് മാറ്റിയിട്ട്. ഇതാണ് എൻ്റെ മേക്കപ്പ് പിന്നെ ഡ്രസ്സ്. പിന്നെ മുടി വാരണ്ടേ. മുടി വാരല്ല ഫുൾ കംപ്ലീറ്റ് ആണ് ഗെറ്റ് റെഡി വിത്ത് മീ. ഞങ്ങളായിക്കൊണ്ട് മുടി ചെയ്ത് അതിൻ്റെ ലാസ്റ്റ് ഞാൻ കാണിക്കണേ മുടി എങ്ങനെ വാരിയിട്ടുണ്ടെന്ന്. ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക് ഗൈസ്. പിന്നെ അന്നത്തെ പണിയുണ്ട് കുറച്ച് ഫാൻ ക്ലീൻ ആക്കാൻ. അതാണ് ഗൈസ് നോക്കി ആദ്യമായിട്ടാണ് എൻ്റെ ഭർത്താവും ഇല്ലാതെ ഞാൻ ഫാൻ ക്ലീൻ ആക്കുന്നത്. കണ്ടിട്ടുണ്ടോ? അങ്ങനെ കാണുന്നുണ്ട്. ഒറ്റയ്ക്ക് ഇങ്ങനെ എടുത്തിട്ട് മാറ്റിയിട്ട് ഫോൺ നോക്കിയിട്ട് എല്ലാം പഠിച്ചിട്ടാണ് ഞാൻ മാറ്റിയിട്ട് തുടച്ചുകൊണ്ടിരിക്കുവാണ്. ഒന്നൊന്ന് തുടച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ അതിൻ്റെ ഉള്ളിലത്തത് തുടക്കണ്ടേ. അങ്ങനെ തുടച്ചിട്ട് മാറ്റണമല്ലോ. അങ്ങനെ മെല്ലെ ബാക്ക് സൈഡിൻ്റെ ഇതെല്ലാം തുടച്ചുകൊണ്ട് എത്ര തുടച്ചാലും മതിയാവില്ല ഗൈസ്. അത്ര ഉണ്ട്. കുറേ ഉണ്ട്. അങ്ങനെ ഇങ്ങനെ മെല്ലെ തുടച്ചുകൊണ്ടിരിക്കുവാണ്. എനിക്ക് പൊടി ഇതായിട്ട് മൂക്കിലെല്ലാം ഡസ്റ്റ് പോയി. അങ്ങനെ പിന്നെ തുടച്ചിട്ടെല്ലാം കഴിഞ്ഞാൽ പിന്നെ തുടക്കണ്ടേ. പൊടിയെല്ലാം പോയി പിന്നെ തുടക്കണ്ടേ. അങ്ങനെ വെള്ളം ആക്കിയിട്ടൊരു തുണീനെ അതിൽ തുടച്ചിട്ട് പിന്നെ നനഞ്ഞ തുണിയിൽ തുടച്ചിട്ടായാൽ പിന്നെ ഡ്രൈ തുണിയിൽ തുടക്കണ്ട. അങ്ങനെ ഒരേ സാധനത്തിന് നനഞ്ഞ തുണിയിൽ തുടച്ചിട്ട് പിന്നെ ഡ്രൈ തുണിയിലാണ് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ലാസ്റ്റിക്ക് അതിൻ്റെ ബെൽറ്റ് മെയിനല്ല. അതിന് പിന്നെ നനഞ്ഞ തുണിയിൽ തുടച്ച് എടുത്ത് വെച്ച് പിന്നെ ചെറുങ്ങനെ ഡ്രൈ തുണിയിൽ തുടച്ച് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സൈഡിൽ വെച്ചിട്ടായിട്ട് പിന്നെ അതിൻ്റെ ചെറിയ ക്യാപ്പ് ഉണ്ടാവില്ലേ അതിന് എടുത്ത് തുടച്ചുകൊണ്ടിരിക്കുവാണ്. എനിക്ക് അതിനെല്ലാം എടുത്ത് വെച്ചിട്ടായി പിന്നെ ഫിറ്റാക്കണ്ടേ. അങ്ങനെ ആദ്യം അതിനെടുത്തിട്ട് അതിനോട് ഇട്ടിട്ട് ഫിറ്റാക്കി പിന്നെ അതിൻ്റെ മുകളിൽ ചെറിയ ഫാൻ ഉണ്ടാവില്ലേ തിരിയുന്നേ വൈറ്റ്, അത് ഇപ്പോൾ വെക്കാനാണ്. അത് വെച്ചിട്ടില്ല. ഇപ്പോൾ വെക്കുന്നുണ്ടാണ് ഗൈസ്. അതിൻ്റെ കുറച്ച് ബുദ്ധി പറ്റും എനിക്ക്. ഇങ്ങനെയൊന്നും എനിക്ക് തിന്നിക്കില്ല. അത് അതിൻ്റെ ബട്ടൺ ഇടുന്നത് പിന്നെ എന്തെല്ലാം ആക്കിയിട്ട് ഇട്ടിട്ട് അതിൻ്റെ മുകളിലത്തെ ക്യാപ്പ് ഇട്ടിട്ട് ബെൽറ്റ് ഫിറ്റാക്കിക്കൊണ്ടിരിക്കുവാണ് ഗൈസ്. ബെൽറ്റ് ഫിറ്റാക്കിയത് ഫാനിൻ്റെ മാറ്റം നോക്കി ഗൈസ്. അടിപൊളിയല്ലേ. പിന്നെ അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അതിനായിട്ട് നെയ്പത്തലും ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ നെയ്പത്തലൊക്കെ ഉണ്ടാക്കിയതിന് പരത്തി കൊടുക്കുന്നുണ്ടായിരുന്നു ഓൾക്ക്, അനിയൻ്റെ ഭാര്യയൊക്കെ. അപ്പോൾ ഇങ്ങനെ പരത്തി വെച്ചിട്ട് ഒരു പ്ലേറ്റിൽ വെച്ചുകൊണ്ടിരിക്കുവാണ്. അതിനെ പിന്നെ അനിയൻ്റെ എടുത്തിട്ട് എണ്ണയിൽ ഫ്രൈ ആക്കിക്കൊണ്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോസാണിത്. അത് ഫ്രൈ ആയാൽ പിന്നെ നെയ്പത്തലെടുത്ത് വെച്ചിട്ട് അവർക്ക് പിന്നെ ചിക്കൻ ഫ്രൈ ആണ് ഗൈസ്. ഓക്കെ, അടിപൊളിയല്ലേ. നല്ല ടേസ്റ്റായിരുന്നു ചിക്കൻ ഫ്രൈ പിന്നെ നെയ്പത്തലും. അതും അടിപൊളിയായിട്ട് കൊടുത്ത 2 ഗസ്റ്റുമാർക്കെല്ലാം റെഡിയാക്കി വെച്ചിട്ടിരിക്കുവാണ്. അതിൻ്റെ കൂടെ 200 സാധനമുണ്ട്. ബ്രെഡ്. ഇവരാണ് നമ്മുടെ വീട്ടിൽ പുതിയ ഗസ്റ്റ്. ഞങ്ങളുടെ വീട്ടിലുള്ള ലതേച്ചിൻ്റെ മോളും പുള്ളിയും ആണ് ഗൈസ്. മോള് ഒരു കന്നഡയിലുള്ളത് ഓർ വന്നിട്ടുണ്ട്. അങ്ങനെ ഓർക്കാണ് ഫുഡ് ഉണ്ടാക്കിയത്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കണ്ടേ. പത്തലും ചിക്കൻ ഫ്രൈയും ബ്രെഡാണ്. അതിനെ കഴിച്ചുകൊണ്ടിരിക്കുവാണ് ഗൈസ്. അടിപൊളി ടേസ്റ്റായിരുന്നു. അങ്ങനെ മെല്ലെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അതുപോലെ നൈറ്റല്ലേ അപ്പോൾ നല്ല കഴിച്ചാൽ നല്ല സുഖത്തിൽ കഴിച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങാം.